ഹായ് ഗായ്സ്, വെൽക്കം ടു വിയൻഷൻ മീഡിയ. വിയൻഷൻ മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഞാനൊരു മൂവി ഒപ്പീനിയൻ പറയാനാണ് വന്നത്. മൂവി ഫീഡ്ബാക്ക്, മൂവി റിവ്യൂ എന്ത് വേണമെങ്കിൽ പറയാം. ഭ്രമയുഗം ഞാൻ ഇപ്പൊ കണ്ടിട്ട് 2 ദിവസമായി. ഞാൻ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് പേര് പറഞ്ഞ് എല്ലാവരും മനസ്സിലൊരു രൂപമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ഇങ്ങനെ 2-3 വട്ടം ആലോചിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പം ഭ്രമയുഗത്തിനെ പറ്റി പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവർക്ക് ഞാൻ എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ് നൽകാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു പടം, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ മാത്രമല്ല ആകെ 3 പേര് മെയിൻ റോളിൽ 3 പേര് അഭിനയിക്കുന്ന, ടോട്ടൽ പറയുകയാണെങ്കിൽ 5 പേര് ടോട്ടൽ ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ 3 പേരാണ് മെയിൻ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3/4 ഭാഗത്തോളം ഈ 3 പേര് തന്നെയാണ് ആ സിനിമയിലുള്ളത്. ഈ ഇത്ര കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് സെറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു പടത്തിന് ഒരു പ്രൊഡ്യൂസർ എന്ത് കണ്ടിട്ടാണ് ഓക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് ആ ഡയറക്ടറുടെ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ബ്രില്യൻസ് ആണ്. കാരണം ആ ഒരാൾ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാവുമല്ലോ ഈ പ്രൊഡ്യൂസർ കാശ് മുടക്കിണ്ടാവുക. എന്തായാലും കാശ് മുടക്കിയ ആള് വളരെ ഭാഗ്യവാനാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പടം വമ്പൻ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭ്രമയുഗം ഞങ്ങൾ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു രാത്രി പെട്ടെന്ന് തീരുമാനിച്ചാണ് പോയി കാണാന്ന്. ഞാനും വൈഫുമാണ് പോയത്, മിന്നുമാണ് പോയത്. അപ്പൊ ഞങ്ങള് 2 പേരും കൂടി പോയി കണ്ടു. സത്യം പറഞ്ഞ പ്രേത സിനിമകൾ കണ്ടിട്ട് പലരും പേടിക്കാറുണ്ടാവും. ഭ്രമയോഗം കണ്ടിട്ട് എന്റെ വൈഫ് പേടിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ വൈഫ് മാത്രമല്ല തിയേറ്ററിലൊക്കെ എന്നുള്ള ഒച്ചകളായിരുന്നു. കാരണം എല്ലാവരും ത്രില്ലായിട്ട് ആ സിനിമയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടാന്നും കൂടി ആലോചിക്കണം. ഞാൻ അതിന്റെ അധികം റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ കണ്ടിട്ട് പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ റിവ്യൂ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ നീ എന്തിനാ റിവ്യൂ പറയുന്നതെന്ന്. എന്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ടു. സംഭവം എന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെറിയ ചെറിയ സീൻസ് വന്നത് ഒരു ക്ലിപ്പായിട്ട് കണ്ടിരുന്നു. അതെന്താന്ന് വെച്ചാൽ മറ്റേ ഹരിശ്രീ അശോകന്റെ മോൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന മമ്മൂക്ക ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സീക്വൻസ് കണ്ടപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. അപ്പൊ ഈ സീക്വൻസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഒരു അവാർഡ് ടൈപ്പ് ഫിലിം ആയിരിക്കുന്നതാണ്. പക്ഷെ മമ്മൂക്കാന്റെ ആ ചിരി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, മൂപ്പരുടെ പഴയ ആ ഒരു കാറ്റഗറിയിലേക്കുള്ള എന്തോ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് കാണണമെന്ന് തോന്നിയത്. ഞാനൊരു ബിഗ് മമ്മൂക്ക ഫാൻ ഒന്നുമല്ല. പക്ഷെ ഈ പടം സൂപ്പർ. മമ്മൂട്ടിന് കവച്ചു വെക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറയാം. ആ രീതിയിൽ മൂപ്പര് അടിപൊളിയാക്കിയിട്ട് പിന്നെ ഒബ്വിയസ്ലി ഹരിശ്രീ അശോകനും മോനും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, അർജുന അശോകൻ. പിന്നെ KPC ലളിതേന മോൻ. ശരിക്കും പറഞ്ഞാൽ ഇവര് 3 പേരാണ് അതിൽ മെയിൻ റോളുകൾ ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുണ്ടാവും. എന്തായാലും എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം, ഒരു വമ്പൻ സക്സസ് തന്നെ. ശരിക്കും ഇത് ഇപ്പോഴല്ല ഇറങ്ങേണ്ടിയിരുന്നത്, സ്കൂളൊക്കെ അടച്ചിട്ടുള്ള ടൈമിൽ ഇറങ്ങണമായിരുന്നു. പിന്നെ ഒന്നും നോക്കേണ്ടിയിരുന്നില്ല. വൻ സൂപ്പർ ആവുമായിരുന്നു. ഇപ്പോഴേ സൂപ്പറാണ്. ഞങ്ങൾക്കൊന്നും ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷെ ഇന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മേനോടും അച്ഛനോടും പറഞ്ഞു എന്തായാലും പോയി കാണണം, അടിപൊളി പടാണ് എന്നൊക്കെ പറഞ്ഞു. വേറെ ഫീൽ തന്നെയാണ്. അതായത് വലിയ മാസ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പോയാൽ മതി, എന്നാൽ എല്ലാം കിട്ടും. ആ രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഞാൻ അമ്മേനോടും അച്ഛനോടും പറഞ്ഞു ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പം താല്പര്യമില്ലായിരുന്നു അവർക്ക്. ഒന്നാമത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. പിന്നെ എന്തിനാണ് താല്പര്യമില്ല. കാരണം ഇതിന്റെ ട്രailer ഞാൻ എടുത്തപ്പോ തന്നെ നെഗറ്റീവ് റോൾസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനും പോകൂലെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അമ്മേന്റെ ഒരു സ്റ്റാഫും കൂടി പോയി കണ്ട്, വെറുതെ പോയതാ കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ട് ത്രില്ലടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പടം. ഒരു അടിപൊളി പടമാണ്, ആരും മിസ് ചെയ്യണ്ട. ഞാൻ ഇപ്പൊ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യണ എനിക്ക് ആ ഒരു ഇഷ്ടം വന്നുകൊണ്ടാണ്. അത്രയും സൂപ്പർ പടമാണ്. എന്തായാലും പൈസ നഷ്ടം വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതുവരെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഇനി അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം, ചിലപ്പോ അറിയില്ല. കാരണം അത് നല്ലൊരു പടം തന്നെയാണ്. എല്ലാവരും അതിന്റെ ഒരു മായാലോകത്തിന്. ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോ തന്നെ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് പോയി കണ്ടല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ചിരിച്ചപ്പോ തന്നെ അമ്മ പറയുന്നത് ചിരിക്കല്ലേ മമ്മൂട്ടിന്റെ ആ ചിരിയാണ് ഓർമ്മ വരുന്നത്, പേടിപ്പിക്കല്ലേ. അപ്പൊ അത്രയും സൂപ്പർ പടാണ്.
എന്തായാലും ആരും മിസ് ചെയ്യരുത്. പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ട്. അതിലൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറയുന്നതിനോട് തീരെ യോജിപ്പില്ലായിരുന്നു. പക്ഷെ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. അല്ലെങ്കിൽ വീട്ടിൽ ഹോം തിയേറ്റർ ഒക്കെ വെച്ച് കണ്ടാലും ആ ഒരു എഫക്റ്റ് കിട്ടാൻ സാധ്യതയില്ല. കാരണം അത് ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം. നമ്മൾ ആ പടത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഭാഗവും. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇലകളൊക്കെ ചില സമയത്ത് പച്ചയായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നി. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് ആവുന്നതാണ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കളറൈസ് ആയിട്ടാണ് തോന്നുന്നത് പല ഭാഗങ്ങളും. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ കളർ ഏതെന്ന് ചിന്തിച്ചു പോകും. സംഭവം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫീൽ ഇല്ല. പിന്നെ മാത്രമല്ല ഈ കളറിന്റെ ഒരു കുത്തലുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണുമ്പോൾ ചിലവർക്കൊക്കെ കണ്ണിന്ന് വെള്ളം വരും. എനിക്ക് അങ്ങനെ വരലുണ്ട്. എന്നുവെച്ചാൽ സങ്കടം കൊണ്ട് കരയണല്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് സ്ട്രെയിൻ വരുന്നതുകൊണ്ടാണ്. ഇതില് അങ്ങനെ ഒരു സ്ട്രെയിനും ഇല്ല. ഞങ്ങൾ പടം കണ്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന പോലെ തന്നെ. എന്ന് വെച്ചാൽ പടം കണ്ട ക്ഷീണോ അല്ലെങ്കിൽ ആ ഒരു തലവേദന കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ണ് റെഡിഷ് കളർ ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് കണ്ടിട്ട് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇനി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കും. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം കാണാത്തവർ പോയി കാണുക. ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബ്രഹ്മയുഗം സെക്കൻഡ് പാർട്ട് എന്തായാലും ഇറക്കണം. ഓക്കെ, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. കാരണം കണ്ട് കൊതി തീർന്നിട്ടില്ല. അതാ.